أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين يكنزون الذهب والفضة ولا ينفقونها في سبيل الله فبشرهم بعذاب أليم. يوم يحمى عليها في نار جهنم فتكوى بها جباههم وجنوبهم وظهورهم هذا ما كنزتم لأنفسكم فذوقوا ما كنتم تكنزون. ഏറെ സ്നേഹാദരവുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സുബ്ഹാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ സമയത്തും കാത്ത് സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് അമുഖമായി ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് തൗബയിലെ 2 ആയത്തുകളാണ് ഓതിക്കേൽപ്പിച്ചത്. ചെറിയ രൂപത്തിലൊന്ന് കഴിഞ്ഞ ആഴ്ച നമ്മൾ സൂചിപ്പിച്ച ഒരു ആയത്താണ്. നമുക്കറിയാം, നമ്മളിപ്പോൾ സംസാരിച്ചു വരുന്നത് സാമ്പത്തികമായ മേഖലകളിലെ ഇസ്ലാമിന്റെ കൽപ്പനകളെ കുറിച്ചാണ്. അതിൽ കഴിഞ്ഞ ആഴ്ച അള്ളാഹു നമുക്ക് നൽകിയ സമ്പത്തിന്റെ സകാത്ത്, അതിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ കൂടി സംസാരിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ഇസ്ലാമിലെ സംസ്കരണ പ്രക്രിയകളുടെ മേഖല വളരെ വിശാലമാണ്. വ്യക്തി സംസ്കരണം, മനസ്സംസ്കരണം, കുടുംബ സംസ്കരണം, സാമ്പത്തിക സംസ്കരണം എന്നിങ്ങനെ വ്യത്യസ്ത മേഖലകളിലുള്ള സംസ്കരണങ്ങളും ശുദ്ധീകരണവും ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഒരു വിശ്വാസി എപ്പോഴും ശുദ്ധിയുള്ളവനായിരിക്കണം. നമസ്കാരത്തിലായാലും അല്ലാത്ത സമയത്തായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം, അല്ലാഹു ശുദ്ധിയുള്ളവരെ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് തന്നെ മുഅ്മിനീങ്ങളായ ആളുകൾ ഏത് സമയത്തും ശുദ്ധിയുള്ളവരായി മുന്നോട്ട് പോകാനാണ് ഇഷ്ടപ്പെടുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സദാ വുളു ചെയ്തുകൊണ്ടാണ് നടക്കാറുണ്ടായിരുന്നത് എന്ന് ഹദീസുകളിൽ വ്യക്തമാണ്. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ പ്രവാചകൻ പഠിപ്പിച്ച ഒരു സുന്നത്താണ് വുളുവോട് കൂടി കിടക്കുക എന്നുള്ളത്. പിന്നീട് നമ്മുടെ വുളു എന്തോ ആയിക്കോട്ടെ, കിടക്കാൻ പോകുമ്പോൾ റസൂലുള്ളാഹി സുന്നത്താണത് വുളു ചെയ്ത് കിടക്കുക എന്നുള്ളത്. അത് നമ്മൾ എവിടെ പോവുകയാണെങ്കിലും, പകല് നമ്മൾ ജോലിക്ക് ഇറങ്ങുകയാണെങ്കിലും ഒന്ന് വുളു ചെയ്ത് അള്ളാഹു പഠിപ്പിക്കുന്ന ഒരു ശുദ്ധി വരുത്തിക്കൊണ്ട് നമ്മൾ പുറപ്പെടുകയാണെങ്കിൽ അതിന് വലിയ പുണ്യമുണ്ട്. അപ്പൊ എല്ലാ രംഗത്തും ആ ഒരു ശുദ്ധി ഇസ്ലാം മനുഷ്യനോട് ആവശ്യപ്പെടുന്നതും താല്പര്യപ്പെടുന്നതുമാണ്. ഇതിൽ സമ്പത്തിന്റെ ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കി വരുന്നത്. നമുക്കറിയാം, സമ്പത്തിന്റെ ശുദ്ധീകരണത്തിന് ഇസ്ലാം നൽകിയ പേരാണ് സകാത്ത്. പണക്കാരുടെ സമ്പത്തിൽ നിന്ന് പാവങ്ങളുടെ അവകാശം വേർതിരിച്ചെടുക്കുന്ന ശുദ്ധീകരണ പ്രക്രിയക്കാണ് സകാത്ത് എന്ന് പറയുന്നത്. സകാത്തിന് നമുക്കറിയാം, ഇസ്ലാമിൽ ഒരാൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ, ഷഹാദത്ത് കലിമ ചൊല്ലിക്കഴിഞ്ഞാൽ രണ്ടാമതായിട്ട് അയാളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് നമസ്കാരമാണ്. നമസ്കാരം മുറപോലെ അനുഷ്ഠിക്കുന്ന ഒരു മനുഷ്യന് മൂന്നാമതായി വേണ്ടത് സകാത്താണ്. നമ്മൾ ഷഹാദത്ത് കലിമ പഠിച്ചവരാണ്. 1 ഷഹാദത്ത്, 2 നമസ്കാരം, 3 സകാത്ത്, 4 നോമ്പ്, 5 ഹജ്ജ്. അതങ്ങനെയാ 1/1 ആയിട്ട് തന്നെയാണ് ഇസ്ലാമിന്റെ അനുഷ്ഠാന മുറകളിലുള്ള അതിന്റെ പ്രയോറിറ്റി. അപ്പോ ശുദ്ധി, മാനസികമായി വിശ്വാസപരമായി ശുദ്ധി വരുത്തിയ ഒരാൾ പിന്നീട് അവനിൽ ഉണ്ടാകേണ്ട നമസ്കാരമാണ്. ആ
നമസ്കാരത്തിന്റെ അതേ പ്രാധാന്യം തന്നെയാണ് സകാത്തിനും അള്ളാഹു നൽകിയിട്ടുള്ളത്. അപ്പൊ നമസ്കരിക്കാതിരിക്കുന്നത് ഒരാൾക്ക് കുറ്റകരമാണെങ്കിൽ, സാമ്പത്തിക സമ്പത്തുണ്ടായിട്ടും അത് സകാത്ത് നൽകാതെ സൂക്ഷിപ്പ് മുതലാക്കി വെക്കുകയാണെങ്കിൽ അതും നമസ്കരിക്കാത്തത് പോലെ തന്നെ കുറ്റമാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ സകാത്ത് നമസ്കാരവും രണ്ടും ചേർത്താണെന്ന് പറഞ്ഞിട്ടുള്ളത്. അഖീമുസ് സ്വലാത്ത വ ആത്തുസ് സകാത്ത് എന്നാണ് വിശുദ്ധ ഖുർആനിലെ മിക്ക ആയത്തുകളിലെയും പരാമർശം. നിസ്കരിക്കുന്ന ഒരാൾക്ക് സമ്പത്തുണ്ടെങ്കിൽ സകാത്ത് കൊടുക്കുന്നത് നിർബന്ധമാണ്. അത് രണ്ടും അല്ലാഹു ചേർത്താണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇതൊന്നും നൽകാതെ ഒരാള് അതിന്റെ അവകാശികളായ ആളുകൾക്ക് നൽകാതെ സകാത്ത് കൊടുക്കാതെ അത് കെട്ടിപ്പൂട്ടി വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അവരെ സംബന്ധിച്ചിടത്തോളം വേദനയേറിയ ശിക്ഷയുണ്ട് എന്ന സുവാർത്ത, സന്തോഷ വാർത്തയും അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ കൽപ്പിക്കുന്നുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ആഴ്ച സഹാബിയുടെ ഒരു ചരിത്രം പറഞ്ഞിരുന്നു. പള്ളിയിലെ മാടപ്രാവ് എന്ന വിശേഷണത്തിന് അർഹനായിരുന്ന സഅലബത്ത് ബിൻ ഹാത്തിബിന്റെ ജീവിതത്തിൽ സമ്പത്തില്ലാതെ അവസാന സമ്പത്തിന് വേണ്ടി അള്ളാഹുവിന്റെ റസൂലിനോട് പ്രാർത്ഥിപ്പിച്ച് അള്ളാഹു ധാരാളമായി സമ്പത്ത് കൊടുക്കുക, സമ്പത്തിന്റെ സകാത്ത് പിരിക്കാൻ വേണ്ടി ഹാത്തിബിൽ ചെന്നപ്പോ അദ്ദേഹത്തിനുണ്ടായ മുറുമുറുപ്പ്, അദ്ദേഹത്തിനുണ്ടായ ആ താല്പര്യക്കുറവ്, അതിന്റെ പേരിലിറങ്ങിയ ആയത്തുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിയോഗിച്ച ദൂതന്മാർക്ക് സകാത്ത് കൊടുക്കാതെ സഅലബത്ത് ബിൻ ഹാത്തിബ് എന്ന് പറയുന്ന അതുവരെ ഏറ്റവും നല്ല തഖ്വയുള്ള ഒരു മനുഷ്യനായി മാറിയ അദ്ദേഹത്തിനുണ്ടായ മാനസാന്തരം, സകാത്ത് കൊടുക്കാതെ പ്രവാചകൻ പറഞ്ഞേറ്റ സകാത്തിന്റെ ദൂതന്മാരെ വെറുതെ വിട്ട് തിരിച്ചു പറഞ്ഞേറ്റതിന് ശേഷം പിന്നീട് അദ്ദേഹത്തിന് വല്ലാത്തൊരു മനപ്രയാസം ഉണ്ടായിരുന്നാണ്. ജീവിതത്തിൽ വലിയ പ്രയാസം അദ്ദേഹത്തിനുണ്ടായി. അവസാനം സകാത്തിന്റെ വിഹിതമൊക്കെ കണക്ക് കൂട്ടി കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളെ വിവരം അറിയിച്ചു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവരം അറിഞ്ഞപ്പോ ആ വിവരം കൈമാറിയ സഹാബികളോട് പറഞ്ഞു, സഅലബത്ത് ബിൻ ഹാത്തിബിന്റെ സകാത്തിന് സ്വീകരിക്കേണ്ടതില്ല. കാരണം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞയച്ച ഒരു വ്യക്തിയെയാണ് ഒരു ഇഷ്ടമില്ലാത്ത മനസ്സോട് കൂടി അദ്ദേഹം തിരിച്ചയക്കുന്നത്. പ്രവാചകന്റെ പ്രതിഷേധം പിന്നീട് ആ വിഷയത്തിൽ ഉണ്ടായത് അങ്ങനെയാണ്. ഇനി സഅലബത്തിന്റെ സകാത്ത് നിങ്ങൾ സ്വീകരിക്കണ്ട. ഇത് സഅലബത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ മാനസികമായ പ്രയാസത്തിന് കാരണമായി. കാരണം അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു കോപം, ദേഷ്യം, വെറുപ്പ് അത് സമ്പാദിക്കുന്നതിലേറെ വേറെ ദുരന്തം ഒരാൾക്ക് വരാനില്ലല്ലോ. അങ്ങനെ നമുക്ക് അത്രയും ഗൗരവമായ വിഷയമാണിത്. ഈ സകാത്ത് കൊടുക്കാതെ അതിന് അർഹതയുണ്ടായിട്ടും കൊടുക്കാതെ വെക്കുന്നത്, നമുക്കറിയാം സമ്പത്ത് എന്ന് പറഞ്ഞാൽ സമ്പത്തുള്ളവന്റെ, സകാത്ത് എന്ന് പറഞ്ഞ സമ്പത്തുള്ളവന്റെ ഔദാര്യമല്ല, പാവപ്പെട്ടവന്റെ അവകാശമാണ്. അപ്പോൾ ഒരാൾക്ക് കിട്ടേണ്ട അവകാശമാണ്. എന്റെ കയ്യിലുള്ള പണത്തിന് ഞാൻ സകാത്ത് നൽകുന്നില്ലെങ്കിൽ ഞാൻ തടഞ്ഞു വെക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആനിൽ 9-ാമത്തെ അധ്യായം 34-35 ആയത്ത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതി കേൾപ്പിച്ചു. അതിലെന്താ പറയുന്നു? വല്ലദീന യക്നിസൂന الذهب والفضة ولا ينفقونها في سبيل الله فبشرهم بعذاب أليم. സ്വർണവും വെള്ളിയും നിക്ഷേപമായി വെക്കുകയും അല്ലാഹുവിന്റെ മാർഗത്തിൽ അത് ചിലവഴിക്കാതിരിക്കുകയും ചെയ്യുന്നവരെ അവർക്ക് വേദനയേറിയ ശിക്ഷയെക്കുറിച്ച് സന്തോഷവാർത്ത അറിയിക്കുക. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു ഇറക്കിയ ആയത്താണ് സന്തോഷ വാർത്ത. അതെന്താ സന്തോഷ വാർത്ത അറിയോ? ശിക്ഷയെ കുറിച്ചുള്ള സന്തോഷ വാർത്തയാണ്, താക്കീതാണ്. എന്നിട്ടെന്താ പഠിപ്പിക്കുന്നു? ജഹന്നമിന്റെ അഥവാ നരകത്തിന്റെ അഗ്നിയിൽ വെച്ചത് കാച്ചി പഴുപ്പിക്കുന്നതാണ്, കാച്ചി പഴുപ്പിക്കപ്പെടുന്ന ദിവസം. നമുക്കറിയാം, സ്വർണം തീയിലിട്ടാണ് ഉരുക്കുന്നത്, ഒരു ആഭരണമാക്കി മാറ്റുന്നത് തീയിലിട്ട് പഴുപ്പിച്ചുകൊണ്ടാണ്.
അതിനെ അള്ളാഹു നാളെ നരകത്തിലിട്ട് നരകത്തിന്റെ ആ കഠിനമായ അഗ്നിയിൽ വെച്ച് കാച്ചിപ്പഴുപ്പിക്കപ്പെടുന്ന ദിവസം അതായോമയുമ്മ എന്ന് പറയുന്നത്. എന്നിട്ടോ എന്നിട്ട് ആ കാഴ്ചപ്പഴിപ്പിച്ച നിധിയുണ്ടല്ലോ, സമ്പത്തുണ്ടല്ലോ, ആ ആഭരണങ്ങളുണ്ടല്ലോ, അതെല്ലാം അല്ലാഹു അതുകൊണ്ട് നെറ്റികൾക്കും പാർശ്വഭാഗത്തും മുതുകുകൾക്കും ചൂട് വെക്കപ്പെടും. സഹോദരങ്ങളെ, തീന്റെ ഒരു നാളം നമ്മുടെ മേത്തെത്തിയാലുള്ള വിഷമം, പ്രയാസം, ദുരിതം നമുക്കറിയാം. എന്നിട്ട് അള്ളാഹു പറയാണ്, നിങ്ങൾ ഉണ്ടാക്കി വെച്ച നിധി ഉണ്ടല്ലോ, നിധി കൂമ്പാരം, ആ സാമ്പത്തിക കൂമ്പാരുണ്ടല്ലോ, നാം പാത്തു വെക്കുന്ന നമ്മുടെ ആഭരണങ്ങളുണ്ടല്ലോ, ആ ആഭരണങ്ങളെല്ലാം നാളെ നരകത്തിന്റെ തീയിലിട്ട് അള്ളാഹു കാച്ചിപ്പഴുപ്പിച്ച് നെറ്റികൾക്കും അതേ പ്രകാരം പാർശ്വഭാഗത്തും മുതുകുകൾക്കും ചൂട് വെച്ച് കഴിക്കപ്പെടും. മനുഷ്യന്മാർ ശൈലത്തിൽ വെച്ചിട്ട് പൊള്ളിക്കുമെന്നർത്ഥം. ആ പൊള്ളിക്കുന്ന സന്ദർഭത്തിൽ ആ പൊള്ളിപ്പിക്കപ്പെട്ട ലോഹമുണ്ടല്ലോ, ആ വസ്തുവുണ്ടല്ലോ, അത് പറയും, ഇത് നീ സമ്പാദിച്ചു വെച്ച നിന്റെ നിധി കൂമ്പാരമാകുന്നു. അതുകൊണ്ടൊന്ന് നല്ലോണം ഒന്ന് രുചിച്ചു നോക്ക്. ആളുകളെ കാണിക്കാൻ വേണ്ടി, അതേപ്രകാരം സൗന്ദര്യത്തിന് വേണ്ടി കൊണ്ടു നടന്നിരുന്ന നിന്റെ ആഭരണമാണ്, നിന്റെ സമ്പത്താണിത് എന്ന് പറഞ്ഞ് നമ്മളെ ശിക്ഷ ഇങ്ങനെ അനുഭവിപ്പിച്ചുകൊണ്ടിരിക്കുമെന്നാണ്. സഹോദരങ്ങളെ, സക്കാത്ത് നൽകാതിരിക്കുന്നത് പരലോക നിഷേധത്തിന്റെയും ബഹുദൈവ നിഷേധ ദൈവത്വത്തിന്റെയും അടയാളമായിട്ടാണ് ഖുർആൻ പഠിപ്പിക്കണേ. ഏത് സക്കാത്ത് കൊടുക്കാതിരിക്കുക എന്നുള്ളത് പരലോക നിഷേധമാണ്. അതേപ്രകാരം ബഹുദൈവത്വത്തിന്റെ അടയാളമാണ്. ഇത് ഞാൻ വെറുതെ പറയല്ല. ഷഹാദത്ത് കരീമുണ്ട്, ഷഹാദ് നിസ്കാരമുണ്ട്. പക്ഷെ സമ്പത്തുള്ളവൻ ആ സമ്പത്തിന് സക്കാത്ത് കൊടുക്കാതിരിക്കുന്നത് ദൈവനിഷേധത്തിലേക്കുള്ള കാരണമാകുമെന്നാണ്. വിശുദ്ധ ഖുർആനിൽ 41-ാമത്തെ അധ്യായം സൂറത്ത് ഫുസ്സിലത്തിലെ 7-ാമത്തെ ആയത്തിൽ ഇപ്രകാരം കാണാം, വവൈലുൽ മുശ്രിക്കീന അല്ലദീന ലാ യുതൂന സകാത്ത വഹും ബിൽആഖിറതി ഹും കാഫിറൂൻ. എന്താണെന്ന് പഠിപ്പിക്കുന്നത്? വൈലുൽ മുശ്രിക്കീൻ, മുശ്രിക്കീകളായ ആളുകൾക്ക് നാശമാണ്. അല്ലദീന ലാ യുതൂന സകാത്ത്, എന്താണ് കാരണം എന്നറിയുമോ? അല്ലദീന ലാ യുതൂന സകാത്ത, അവർ സകാത്ത് നൽകുകയില്ല. വഹും ബിൽആഖിറതി ഹും കാഫിറൂൻ, വബിൽആഖിറതി ഹും കാഫിറൂൻ. പരലോകത്തെ കുറിച്ച് വിശ്വാസമില്ലാത്തവരാണ് ആണവര്. അപ്പോ അവിടെ അള്ളാഹു ഉപയോഗിച്ച വാക്കെന്താണ്? കാഫിർ എന്നാണ്. അപ്പൊ അങ്ങനെയുള്ള മുശ്രിക്കുകൾക്ക് നാശം. അപ്പൊ ബഹുദൈവത്തിന് സ്വത്തിലേക്കുള്ള പോക്കിന്റെ അടയാളമായിട്ടാണ് വിശുദ്ധ ഖുർആൻ ആ കാര്യത്തെ പഠിപ്പിക്കുന്നത്. മാത്രവുമല്ല, തൗബ സ്വീകരിക്കപ്പെടാനും ഇസ്ലാമിക സാഹോദര്യം ഊട്ടിയുറപ്പിക്കാനുമുള്ള അടിസ്ഥാന മാനദണ്ഡങ്ങളിൽ ഒന്നായി നമസ്കാരത്തോടൊപ്പം സക്കാത്തിനെയും ഖുർആൻ ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ? നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി തൗബ സ്വീകരിക്കണം, തൗബ ചെയ്യാണ്. ആ തൗബ അള്ളാഹു സ്വീകരിക്കപ്പെടണമെങ്കിൽ ഒരാൾക്ക് ഇസ്ലാമിന്റെ ആ ഒരു കാര്യങ്ങളിലേക്ക്, ഒരു സാഹോദര്യത്തിലേക്ക് ഒരു മുസ്ലിമായിട്ട് അംഗീകരിക്കണമെങ്കിൽ അയാൾ സക്കാത്ത് കൊടുക്കണമെന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്, ഇനി ഒരാൾ തൗബ ചെയ്തു, പശ്ചാത്തപിച്ചു, അവൻ നമസ്കാരം നിലനിർത്തി, നമസ്കാരം മുറ പോലെ അനുഷ്ഠിക്കുന്നു, അവൻ സക്കാത്ത് നൽകുന്നു എങ്കിൽ എന്നാണ്, അവൻ മതത്തിൽ നിങ്ങളുടെ സഹോദരനാണ്. അപ്പോ ഈ മൂന്നില്ലേ, ഓന്റെ പേര് മുസ്ലിമായിട്ട് കാര്യമില്ല, ഓന്റെ പേര് അബ്ദുള്ളയും മുഹമ്മദുമായിട്ട് കാര്യമില്ല. ഇത് മൂന്നുണ്ടെങ്കിലേ അവൻ മതത്തിൽ നിങ്ങൾ സഹോദരനാകുകയുള്ളൂ.
എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് വനുഫസ്സിലുൽ ആയാതി ലിഖൗമി യഅലമൂൻ. അല്ലാഹുവിന്റെ ആയത്തുകളെ വിശദീകരിക്കുന്നത് ഇപ്രകാരമാണ്. എന്തിനാ? ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിന്റെ ഗൗരവം ആളുകൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നാണ്. അപ്പോ ഒരാൾ മുസ്ലിമായിട്ട് അംഗീകരിക്കണമെങ്കിൽ, അയാൾക്ക് ഇസ്ലാമിൽ സ്ഥാനമുണ്ടാകണമെങ്കിൽ, അയാളുടെ തൗബ അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ നമസ്കാരം പോലെ തന്നെ സക്കാത്ത് മദ്ദഖത്ത് നിർബന്ധമാണ്. അതുകൊണ്ടാണല്ലോ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ വിഷയത്തിൽ കണിശമായ നിലപാട് സ്വീകരിച്ചത്, സക്കാത്ത് നിഷേധികളോട് സമരം പ്രഖ്യാപിച്ചതും അവർക്കെതിരെ ആയുധം എടുത്തതും ഈ ഒരു വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയത് കൊണ്ടാണ്. നമുക്കറിയാമല്ലോ, അബൂബക്കർ സിദ്ദീഖ് പറയുന്നു, നമസ്കാരത്തിന്റെയും സക്കാത്തിന്റെയും ഇടയിൽ ഒരു വേർതിരിവ് കാണിക്കുന്നവരുമായി ഞാൻ യുദ്ധം ചെയ്യും. അതാ നിസ്കരിക്കാതെ കഞ്ചേരം പള്ളിയിലുണ്ടാവും. എല്ലാ മക്കളും നേരത്തെ എത്തിപ്പെടുന്ന ആളാണ്. പക്ഷെ ഇയാൾക്ക് സമ്പത്തുണ്ട്. ആ സമ്പത്തിന് സക്കാത്ത് അയാൾ കൊടുക്കുന്നില്ലെങ്കിൽ അവരോട് ഞാൻ യുദ്ധം ചെയ്യും. അപ്പൊ കൃതിക്ക് പറയാണ്, സക്കാത്ത് എന്ന് പറഞ്ഞാൽ അത് സമ്പത്തിനോടുള്ളൊരു ബാധ്യതയാണ്. ആരെങ്കിലും അത് തടയുന്നുവെങ്കിൽ, അതൊരു ഒട്ടകത്തിന്റെ കയറാണെങ്കിൽ പോലും, ഒട്ടകത്തിന് കെട്ടുന്ന കയറുണ്ടല്ലോ, ആ കയറാണെങ്കിൽ പോലും ഞാൻ അവരോട് യുദ്ധം ചെയ്യും. എന്തിന്? അത് വീട്ടുന്നത് വരെ ഞാൻ അവരോട് സമരത്തിലാണ്. ഒരു ഒട്ടകത്തിന്റെ കയറാണ് സക്കാത്തായിട്ട് കിട്ടാനുള്ളതെങ്കിൽ, അത് ആരെങ്കിലും പിടിച്ചു വെക്കുന്നുവെങ്കിൽ, നൽകാതെ ഇരിക്കുന്നുവെങ്കിൽ അവനുമായി ആ യുദ്ധത്തിലായിരിക്കുമെന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ ഒരു വാക്കിനെ ഉമർ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നുണ്ട്. ഫഖാല ഉമർ ഇബ്നു ഖത്താബ് ഫവല്ലാഹി മാ ഹുവ ഇല്ലാ അൻ റഅയ്തുല്ലാഹ അസ്സ വജല്ല ഖദ് ശറഹ സദറ അബീ ബക്കറിൻ ലിൽഖിതാലി ഫഅറഫ്തു അന്നഹുൽ ഹഖ്. ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലാഹുവാണ് യുദ്ധം ചെയ്യുന്നതിലേക്ക് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഹൃദയത്തെ അല്ലാഹു തുറന്നു വിട്ടതാണ്. കേട്ടോ, യുദ്ധപ്രഖ്യാപനത്തിന് വേണ്ടി അബൂബക്കർ തയ്യാറായതാണെങ്കിൽ ആ തയ്യാറാകുന്ന ഒരു അവസ്ഥയിലേക്ക് അബൂബക്കറിനെ അള്ളാഹ് തുറന്നു വിട്ടതാണ്. എന്നാൽ അബൂബക്കർ അങ്ങനെ പറഞ്ഞിട്ട് അള്ളാഹ് എതിർത്ത് പറഞ്ഞോ? അതൊന്നും വേണ്ട, അബൂബക്കർ കരുതൽ തന്നോട്ടെ, കൊടുത്തോട്ടെ, ഇതെങ്ങനെ മസിൽ പിടിക്കണ്ടെന്ന് പറഞ്ഞോ? ഇല്ല. അതുകൊണ്ടാണ് ഉമർ പറഞ്ഞെന്തറിയോ? അള്ളാഹ് തുറന്നു വിട്ടതാണ്. അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം കുറെ ആളുകൾ സക്കാത്ത് കൊടുക്കാൻ മടി കാണിച്ചു. അപ്പോഴാണ് അബൂബക്കർ സിദ്ദീഖ് ഖിലാഫത്ത് ഏറ്റെടുത്തപ്പോ ഈ ഒരു പ്രഖ്യാപനം നടത്തുന്നത്. അപ്പൊ എത്ര ഒരു ഗൗരവം നോക്കിയാണ് നിങ്ങൾ. ഇനി സക്കാത്ത് കൊടുക്കാതിരുന്ന സഹോദരങ്ങളെ, ഞാൻ ഇപ്പൊ ഇങ്ങനെ പറയാനുള്ള വിഷയം എന്താ? കാരണം എന്താ? നിങ്ങൾ റമദാൻ വരികയാണല്ലോ, റമദാനിലേക്ക് നമ്മളിങ്ങനെ അടുത്തുകൊണ്ടേയിരിക്കുകയാണ്. റമദാനിൽ ആ 4 ആഴ്ച പറയേണ്ടതാണ് സക്കാത്ത് എന്ന് ഒരു ധാരണ പൊതുവെ ആളുകൾക്കുണ്ട്. ഞാൻ പറയുന്നത് സക്കാത്തും റമദാനുമായി യാതൊരു ബന്ധമല്ല. എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടെങ്കിൽ ആ ബന്ധം നിസ്കാരേറ്റാണ്. അത് ചിലപ്പോൾ ചൊവ്വാൽ 1-ാം തീയതിക്കാലം ഒരാൾക്ക് അയാളുടെ സാമ്പത്തികമായ ക്രമങ്ങളുടെ ക്രയവിക്രയങ്ങളുടെ കണക്ക് നിസാബ് ഹൗൽ തികയുന്നത് ആ ചൊവ്വാൽ 1-ാം തീയതി കൊടുക്കണം. അത് ചെറുതാണെന്ന് സക്കാത്ത് കൊടുക്കാൻ പറ്റുന്നത് ആളുകൾക്ക് പ്രസക്തിയില്ല. ചിലപ്പോൾ ഷഹബാനായിരിക്കും. അപ്പൊ റമദാനിലാണ് സക്കാത്ത് എന്ന ധാരണ തെറ്റാണ്. ഇന്ന് സക്കാത്ത് നോക്കിയ ആൾക്കാരുണ്ടാവും, നാളെ കൊടുക്കേണ്ടവരുണ്ടാവും. അപ്പൊ ആ വിഷയം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ നേരത്തെ തന്നെ ഈ കാര്യം പറയുന്നത്. നോക്കൂ, നിങ്ങൾ സക്കാത്ത് കൊടുക്കാതിരുന്നാൽ അതുകൊണ്ട് സംഭവിക്കാതിരിക്കുന്ന ശിക്ഷകളുണ്ട്. മഹാനായ തൊബ്രാനി അദ്ദേഹത്തിന്റെ കിതാബ് സ്വഹീഹുൽ ജാമിയിൽ പറയാൻ, മാനിയു സക്കാത്തി യൗമൽ ഖിയാമത്തി ഫിന്നാർ, സക്കാത്ത് കൊടുക്കാത്തവൻ നാളെ ഖിയാമത്ത് നാളിൽ നരകത്തിലായിരിക്കും. നരകത്തിൽ ഏതാനും
ആണ്. മാത്രല്ല പ്രകൃതി പോലും മനുഷ്യന്മാരോട് കോപിക്കുന്ന അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ അതുമൂലം തടയപ്പെടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലം യംനഉ സകാത അംവാലിഹിം ഇല്ലാ മുനിഉൽ ഖത്റ മിനസ് സമാ. സകാത്ത് കൊടുക്കാതെ അതിങ്ങനെ കെട്ടിപ്പൂട്ടി വെക്കുകയാണെങ്കിൽ, ആ സകാത്ത് നൽകുന്ന ഒരു അവസ്ഥയില്ലെങ്കിൽ ആകാശ ലോകത്ത് നിന്നുള്ള മഴ അവർക്ക് തടയപ്പെടും. മഴ അത് തടയപ്പെടുന്നല്ല, ഇങ്ങോട്ട് ഇറങ്ങൂല. അത് കാർമേഘമായി ഇങ്ങനെ അവിടെ കിടക്കും. 2 ദിവസം കഴിഞ്ഞാൽ എന്താണെന്നറിയോ, അതുകൊണ്ട് ഒഴിഞ്ഞുപോകും. അപ്പോഴേക്ക് ഏകദേശം നമ്മൾ സാധാരണ പറയുന്നുണ്ട്, എന്ത് ഈ മഴക്കാറുകൊണ്ട് വലിയ ബുദ്ധിമുട്ടാ, എന്ത് ഉണ്ടായ പൂവൊക്കെ കയറ്റി പോകും. അള്ള പഠിപ്പിക്കാണ് സകാത്ത് ഒരു നാട്ടിൽ കൊടുക്കണില്ലേ, അവിടെ മഴ അള്ള തടഞ്ഞു വെക്കുന്നു, വെക്കുന്നല്ല. വേറെയും ധാരാളം ഹദീസുകളുണ്ട്. സകാത്ത് കൊടുക്കാത്ത ആളുകളുണ്ടായാൽ അള്ളാഹു അവരെ വരൾച്ച കൊണ്ട് പരീക്ഷിക്കാതിരിക്കില്ല, വരൾച്ച കൊണ്ട് പരീക്ഷിക്കാതിരിക്കൂല. അതുകൊണ്ട് സഹോദരങ്ങളെ സത്യസന്ധമായി നാം ആലോചിക്കാം. നാം ഓരോരുത്തരും ഒന്ന് ആലോചിക്കാൻ. നമ്മുടെ പെൺമക്കളും നമ്മുടെ ഭാര്യമാരും നമ്മുടെ ഉമ്മമാരുമൊക്കെ അണിയുന്ന ആഭരണങ്ങളടക്കം ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ ഓരോ വീട്ടിലും എത്രത്തോളം സ്വർണ്ണ നിക്ഷേപമാക്കി വെച്ചിട്ടുണ്ടെന്ന് ആലോചിക്കണം. നല്ലോണം ആലോചിക്കുക. സകാത്ത്, സമ്പത്തിന്റെ സകാത്തും ആഭരണത്തിന്റെ സകാത്തും കൃഷിയുടെ സകാത്തും അങ്ങനെ ഓരോന്നുണ്ടല്ലോ. ഇതൊക്കെ നമ്മുടെ കയ്യിലുള്ള മുതലിന്റെ കാര്യം ഞാൻ പറഞ്ഞത്. സഹോദരിമാരുണ്ടെങ്കിൽ നല്ലോണം ആലോചിക്കാം. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ കയ്യിലുള്ള സമ്പത്തിനെ, അത് ബിസിനസ് ആവട്ടെ, കൃഷിയാവട്ടെ, ശമ്പളമാകട്ടെ, ആഭരണങ്ങളാകട്ടെ, നിസാബ് തികഞ്ഞിട്ടുണ്ടോ, അതിന്റെ ഹൗലെത്തിയിട്ടുണ്ടോ എങ്കിൽ കൊടുക്കാൻ നാം ബാധ്യസ്ഥരാണ്. അത് കൊടുത്തു വിട്ടുന്ന ഒരു അവസ്ഥയില്ലാതെ ഒരു നിമിഷം പോലും മുസ്ലിമായി ജീവിക്കാൻ നമുക്ക് സാധ്യമല്ലെന്ന് മാത്രമല്ല, നാം എങ്ങാനും മരണപ്പെട്ടാൽ വലിയ ബാധ്യതകളിലേക്കാണ്, ശിക്ഷകളിലേക്കാണ് നാം എത്തിപ്പെടുന്നത് എന്നുള്ള ഒരു ചിന്ത എല്ലാവരുടെയും മനസ്സിലുണ്ടാവട്ടെ. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സ്നേഹം പറഞ്ഞ വിശ്വാസികളെ ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്. ഒരിക്കൽ മഹാനായ സഹാബി അഹ്നഫ് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരിക്കൽ ഞാൻ ഖുറൈശി പ്രമാണികളുടെ കൂടെ ഇരിക്കുകയായിരുന്നു. അപ്പോ അവിടേക്ക് പരുക്കൻ വസ്ത്രധാരിയായ ഒരാള് സലാം പറഞ്ഞുകൊണ്ട് കയറി വന്നു. ഞാൻ നോക്കുമ്പോ അത് പ്രമുഖ സഹാബിയായ അബൂ ദർദ ഗിഫാരി റളിയല്ലാഹു അൻഹു ആയിരുന്നു. അദ്ദേഹം ജനങ്ങളോട് സലാം ചൊല്ലിയിട്ട് പറഞ്ഞു, ഫഖാല ബശ്ശിരിൽ കന്നാസീന യർഹിഫു യുഹ്മാ അലൈഹിം ഫീ നാരി ജഹന്നമ ഫയൂളഉ അലാ ഹലമത്തി സദിയി അഹദിഹിം ഹത്താ യഖ്റുജ മിൻ നഗ്ലി കത്ബിഹി വയൂളഉ അലാ നഗ്ലി കത്ബിഹി ഹത്താ യഖ്റുജ മിൻ ഹലമത്തി സദിയി. അദ്ദേഹം ജനങ്ങളോട് പറയാൻ, സകാത്ത് നൽകാതെ പണം ശേഖരിച്ചു വെക്കുന്നവരെ സന്തോഷവാർത്ത നിങ്ങൾക്കുണ്ട്. എന്താണ് സന്തോഷവാർത്ത അറിയോ? അന്ത്യനാളിൽ ചൂടുള്ള ഒരു കല്ല് നരകത്തിലിട്ട് പഴുപ്പിച്ച് അവരുടെ മുലഞ്ഞെട്ടികളിൽ വെക്കുന്ന ഒരു ശിക്ഷ നടത്തും. സകാത്ത് കൊടുക്കാതെ സമ്പത്ത് കുന്നുകൂട്ടി വെക്കുന്ന, കൊടുക്കാതെ അതിന്റെ അവകാശം നൽകാതെ വെക്കുന്ന ആളുകൾക്ക് ലഭ്യമാകാതിരിക്കുന്ന ശിക്ഷയുടെ ഒരംശം അതെന്താ അറിയോ? നരകത്തിൽ ഒരു കല്ല് പഴുപ്പിച്ചിട്ട് ആ പഴുത്ത കല്ലുണ്ടല്ലോ, ചൂട്ടുകൊള്ളുന്ന ആ കല്ല് നരകത്തിന് ഒരാളുടെ മുലഞ്ഞെട്ടുകളിൽ വെക്കുന്ന, അത് ശരീരത്തിൽ തുളഞ്ഞു കയറി തോളിലെ അരുണാസ്ഥിയിലൂടെ നെഞ്ഞത്ത് നമ്മുടെ മുലഞ്ഞെട്ടുകളിൽ വെച്ച കല്ല്
അതിന്റെ വേദന കാരണം, ചൂട് കാരണം അത് എവിടേക്ക് വരുന്ന നിങ്ങള് തുളഞ്ഞു കയറിയിട്ട് തോടിലെ അരുണാസ്ഥിയിലൂടെ പുറത്തേക്ക് വരുന്ന ഇത് ഹദീസാണ്. അരുണാസ്ഥി അതറിയും. നമ്മുടെ ഇവിടെ അല്ല, ഈ ഒരു കുഴി ഉണ്ടല്ലോ, നമ്മുടെ എല്ലിന്റെ തോളെല്ലിന്റെ ഭാഗത്തുള്ള കുഴിയിലൂടെ പുറത്തു വരുമെന്ന്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, അവിടെ വെച്ച കല്ല്, ഒരു കല്ല് ഞാനും ഇവിടെയാണ് വെച്ചതെങ്കിൽ അത് നമ്മുടെ ശരീരത്തെ തുളച്ച് നേരെ ഓപ്പോസിറ്റ് ദിശയിലേക്ക് അഥവാ നമ്മുടെ മുലഞ്ഞെട്ടിലൂടെ പുറത്തേക്ക് വരുന്നു. അപ്പൊ എത്ര പെട്ടെന്ന് ഗൗരവം നിങ്ങളൊന്ന് ആലോചിക്കണേ. അള്ളാന്റെ ശിക്ഷകൾ പറയുന്നിടത്തൊക്കെ നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടത്, ശിക്ഷകൾ പറയുന്നിടത്തൊക്കെ ഏറ്റവും കൂടുതൽ വേദന അനുഭവിക്കുന്ന ഭാഗങ്ങളെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. എന്നുവെച്ചാൽ നിങ്ങൾ നരകത്തിലെത്തിച്ച മനുഷ്യന്മാർ കരിക്കുമ്പോ അവിടെ പറഞ്ഞത് തൊലികൾ കരിക്കപ്പെടുന്ന സഹോദരങ്ങളെ, ഒരു ആഴത്തിലുള്ള മുറിവേറ്റ് വേദനയാകുന്നതിനേക്കാൾ എത്രയോ 10 മടങ്ങ് വേദനയാണ് തൊലികൾക്ക് ഉണ്ടാകുന്നത്. ചെറിയ രൂപത്തിൽ സൈക്കിൾ വന്നോ ബൈക്കിൽ വന്നൊക്കെ ഒന്ന് വീണവർക്കറിയാം, തോല് ഞെരങ്ങിയാലുള്ള ഒരു പ്രയാസം അല്ലേ. മാത്രമല്ല ബദ്ധല്ലാജുലൂതെന്ന പറഞ്ഞ ആ തോൽ അവർക്ക് വീണ്ടും നൽകുന്ന പറഞ്ഞു. ആ തോലത് കഴിഞ്ഞ് പോയാൽ പിന്നെ ഒരു ആശ്വാസം ഉണ്ടാകും നമുക്ക് വിചാരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ആ തോല് വീണ്ടും നൽകും. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും വേദനയേറിയ സാധനം തോലാണ്. നല്ലോണം ആഴത്തിൽ മുറിവ് പറ്റിയാല് ആ മുറിവ് വേഗം ഉണങ്ങും, വേദന വേഗം മാറും. പക്ഷെ തൊലിക്ക് പറ്റിയാണ്ടല്ലോ, അഥവാ കമ്പനി പെയിന്റ് പോയാൽ ആ ഒരു പെയിന്റ് ഉണ്ടല്ലോ തൊലി, അത് പോയി കഴിഞ്ഞാൽ അത് വലിയ പ്രയാസമാണ്. അതേ പ്രകാരം തന്നെ ഏറ്റവും കൂടുതൽ വേദനയുള്ള ഭാഗമാണ് കാൽപാദം. അത് നമുക്കൊന്നും പറ്റാത്തോണ്ടാണ്. അള്ളാന്റെ കാവലുണ്ട്, അള്ളാഹുവിന്റെ സംരക്ഷണം കൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നതുകൊണ്ടാ നമുക്ക് ഇതിന്റെ ഒന്നും വില മനസ്സിലാക്കൂല. കണ്ണ് പോയാലേ കണ്ണിന്റെ വില മനസ്സിലാക്കുള്ളൂ പറയില്ലേ. കാൽപാദം ഏറ്റവും കൂടുതൽ വേദന കഴിക്കുന്ന സംഗതിയാണ്. ഒരു മുള്ളുക്കിയപ്പോലെ അവിടെ എന്താ നിങ്ങൾ ഒരു ചെരുപ്പ് ധരിക്കാൻ തരുന്നത്, നരകത്തിന് ചെരുപ്പ്. അത് ആ ചെരുപ്പ് കാലിലിട്ട് കഴിഞ്ഞാൽ തലച്ചോട്ടും കൂടെ അതിന്റെ എഫക്റ്റ് ഉണ്ടാവും, പുറത്തേക്ക് വരുന്ന ഉരുകിയിട്ട്. അതേ പ്രകാരം തന്നെ നമുക്കറിയാം, ഇപ്പൊ ഇവിടെ പറഞ്ഞൊരു വിഷയം ഉണ്ടല്ലോ, മുലഞ്ഞെട്ട് ഏറ്റവും വേദന കൂടിയ ഭാഗമാണ്. അതുകൊണ്ടാണല്ലോ പാല് കൂട്ടുന്ന ഉമ്മമാര് നമ്മുടെ കുഞ്ഞിന്റെ ആ അരുമ പല്ലുകൊണ്ടൊന്ന് കടിച്ചാൽ ആ കുഞ്ഞിന്റെ മാതാവിനുണ്ടാകുന്ന വേദന കാരണം ആ പാല് കൊടുക്കൽ നിർത്തിയിട്ട് ചില ഉമ്മമാര് കാണാം ആ കുട്ടിയെ ചെറിയ രൂപത്തിൽ ഒന്ന് നോവിക്കണേ, ഒരു വേദനിപ്പിക്കണേ, എന്തേ ഒന്ന് ഞൊടിക്കും അല്ലെങ്കിൽ ഒന്ന് ചെറുപ്പത്തിൽ അടിക്കും. ഇതെന്താ അറിയോ? വേദന കൊണ്ടാ. അള്ളാഹുവിന്റെ റസൂൽ സകാത്ത് കൊടുക്കാത്തവർക്ക് പഠിപ്പിക്കുന്ന ശിക്ഷഘട്ടങ്ങള്, ഒരു കുഞ്ഞിന്റെ കടിയേൽക്കാനുള്ള കഴിവ് നമുക്കില്ലെങ്കിൽ സഹോദരങ്ങളെ, നാളെ അള്ളാഹുവിന്റെ ആ ഒരു പരലോകത്ത് കോടതിയിൽ നരകത്തില് ആ കല്ലിന്റെ ചൂടെങ്ങനെ താങ്ങാൻ നമുക്ക് കഴിയുമെന്ന് ആലോചിക്കുക. അവിടെ നമുക്ക് ആശ്വാസം നൽകാൻ ആരും ഉണ്ടാകൂല. നമ്മുടെ മക്കളോ നമ്മുടെ ഭർത്താക്കന്മാരോ വാപ്പമാരോ കുടുംബങ്ങളോ രാഷ്ട്രീയ പാർട്ടിക്കാരോ സംഘടനക്കാരോ ഉണ്ടാകൂല. ആ കൽബുൻ സലീം ഉണ്ടല്ലോ, അള്ളാഹു പഠിപ്പിച്ച കൽബുൻ സലീം, ഒന്നുമില്ലാത്ത പാപങ്ങളുടെ ഒരു പോരൽ പോലും ഏൽക്കാത്ത ഹൃദയവുമായി അള്ളാഹുവിനെ സമീപിച്ചവർക്കാണ് രക്ഷയും സമാധാനവും ഉണ്ടാവുക. അവിടെ നമ്മൾ രക്ഷിക്കാൻ ഈ കെട്ടിപ്പൊട്ടി പാത്തി വയ്ക്കുന്ന സമ്പത്തോ സമ്പാദ്യങ്ങളോ ആരുണ്ടാകില്ല. ആ പരലോകത്ത് നമ്മൾ ഭയപ്പെടുക. സക്കാത്ത് അതിന്റെ അർത്ഥം നമുക്കറിയാം, വിജയം എന്നാണ് സക്കാത്തിന്റെ അർത്ഥം. ശുദ്ധി എന്നുള്ള അർത്ഥമുണ്ട്. ഇൻഷാ അല്ലാഹ് ഒരു 11ഓളം വിഷയങ്ങളിൽ പണ്ഡിതന്മാർ അതിനെ കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ ഖുതുബയിൽ ആ വിഷയം നമുക്ക് സംസാരിക്കാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ കൂടുതൽ ഒരുപാട് ആളുകൾ അതിനെ കുറിച്ചുള്ള പ്രയാസങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നുണ്ട്. എല്ലാവരുടെ പ്രയാസങ്ങളെ അല്ലാഹു മാറ്റി ഐശ്വര്യപൂർണ്ണമായ ജീവിതം പ്രദാനം ചെയ്യുമാറാകട്ടെ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവർക്ക് അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവർക്ക് അല്ലാഹു അനുഗ്രഹം നൽകി
അവരെ ആശ്വസിപ്പിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ നമ്മളോട് പ്രാർത്ഥിക്കാൻ വേണ്ടി വസീയത്ത് ചെയ്തിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും ഏതൊരു കാര്യത്തിന് വേണ്ടിയാണോ അവർ നമ്മളോട് വസീയത്ത് ചെയ്തിട്ടുള്ളത് ആ കാര്യം അല്ലാഹു പൂർത്തിയാക്കി കൊടുക്കുമാറാകട്ടെ. സഹോദരങ്ങൾ, നമ്മുടെ ഈ പള്ളിയിലെ ആളുകൾ 2 7 കൊടുക്കും. എനിക്കറിയാം, ഇന്നലെ നമ്മുടെ പള്ളിയിൽ ഒരു കാര്യം കഴിഞ്ഞത്. അപ്പൊ ആ ഭാഗത്തുള്ള ആളുകളൊന്നും നമ്മൾക്ക് ഇന്നവിടെ വന്നിട്ടില്ലെങ്കിൽ വരൂല്ല അവര്. അപ്പൊ അതുകൊണ്ട് നമ്മൾക്ക് കൂടിയ ആൾക്കാരുണ്ടല്ലോ, അത് മിക്കവാറും നമ്മൾ സുന്ദരത്തിന് പ്രവർത്തനം കൂടാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമം നമ്മുടെ ഭാഗത്ത് ഉണ്ടാകാം. പിന്നെ അവിടെ എന്ന് പറഞ്ഞാല് റോഡിന്റെ വക്കാണ്, പലർക്കും ഏത് സമയത്ത് വന്ന് കയറാൻ, യാത്രക്കാരെ കയറാൻ ഒക്കെ സാധ്യതകളുടെ പള്ളിയാണ്. ഇവിടെ അതില്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഈ ഭാഗത്തുള്ള ആളുകൾ ഒന്ന് സജീവമായിട്ട് നമ്മുടെ ഈ പള്ളിയുടെ വിഷയത്തിൽ രംഗത്തിറങ്ങണം എന്നാണ് സൂചിപ്പിക്കാറുണ്ട്. നമ്മൾ ഈ വരുന്നവർക്ക് നേരത്തെ കാലത്ത് എത്തി പള്ളിയൊന്ന് സജീവമാക്കുക. അള്ളാഹുവിന്റെ ഹൈറും ബർക്കത്തും ഈ സമയത്ത് നമുക്ക് ഉണ്ടാകും. ജുമുഅയുടെ കാര്യം മാത്രമല്ല, ജമാഅത്തിന്റെ കാര്യം അങ്ങനെ തന്നെയാണ്. നാട്ടിലുള്ളവരാരും സുബഹിക്ക് പള്ളിയിൽ വരാതെ കിടന്നുറങ്ങാൻ പാടില്ല എന്ന് സാന്ദർഭികമായി ഞാൻ സൂചിപ്പിക്കുകയാണ്. അങ്ങനെ ഉണ്ടായിട്ടല്ല പറയുന്നത്. ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ ഇതൊക്കെ അള്ളാഹുവിന്റെ നിയമത്തുകളാണ്. നമുക്കെല്ലാം എല്ലാ കാര്യങ്ങളും. അതുകൊണ്ട് ഇവിടെ നമ്മൾ അതിനെ സംരക്ഷിക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമാണ് അള്ളാഹ് നമുക്ക് പകരം വേറെ ടീമിനെ കൊടുക്കണം. അപ്പൊ നമ്മളെപ്പോഴും അള്ളാഹുവിന്റെ ഭവനമാണ്, അള്ളാഹുവിന്റെ പള്ളിയാണ്. ആ പള്ളിയുമായി ചുറ്റിപ്പറ്റി ബന്ധപ്പെട്ട് കഴിയുന്ന സാഹചര്യം നമുക്ക് ജീവിതത്തിൽ ഉണ്ടാവണം. നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ജമാഅത്തെ കൃത്യമായിട്ട് ഇവിടെ എത്തുന്ന സാഹചര്യം ഉണ്ടാകണം. നമ്മൾ മാത്രമല്ല, നമ്മുടെ വീട്ടിലുള്ള കുട്ടികളെയും അതേപ്രകാരം നമ്മുടെ ഭാര്യമാരെയും സാധിക്കുന്നവരെ എല്ലാവരെയും പള്ളിയിൽ സജീവമാക്കാൻ വേണ്ടി പരിശ്രമിക്കുക. ഇത് അള്ളാഹുവിന്റെ വീടാണ്. അള്ളാഹുവിന്റെ വീട് സംരക്ഷിക്കുന്ന ആളുകൾക്ക് അള്ളാഹു നമ്മുടെ പരലോകത്തും ഒരു വീട് നൽകുമെന്നുള്ള ഹദീസുകളൊക്കെ ഉണ്ട്. പള്ളി ഉണ്ടാക്കുന്നവർക്ക് മാത്രമല്ലല്ലോ, പള്ളി പരിപാലകർ ആരായിരിക്കണം എന്ന കൃത്യമായിട്ട് ഖുർആനിലെ മാനദണ്ഡങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. സന്ദർഭത്തിൽ നമുക്ക് സംസാരിക്കാം. അള്ളാഹു തോൽപ്പിക്കുന്നവരുമാറാകട്ടെ. നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു എളുപ്പമാക്കി പെരുമാറാകട്ടെ. അള്ളാഹു المؤمنين والمؤمنات والمسلمين والمسلمات الذين يعرفهم والأموات إنك مجيب الدعوات